നമ്മളൊന്നും വിചാരിക്കുന്ന ഒരു സ്റ്റോറി അല്ല അർജുൻ്റെ പിന്നിലുള്ളത്. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു AC മെക്കാനിക്കലൊക്കെ പഠിച്ച് നാട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വിദേശത്ത് പോകാനുള്ളൊരു അവസരം കിട്ടി, വിസയൊക്കെ റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഇങ്ങനെ അവസ്ഥയാവുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ആൾക്ക് ബോധം വന്ന സമയത്ത് ആളുടെ ഒരു കൈ അനങ്ങുന്നുമില്ല, എന്നാൽ അതിൽ ഷോക്ക് അടിക്കുന്ന പോലുള്ള പെയിനും. പല സർജറികൾ ചെയ്തു നോക്കിയെങ്കിലും ആ പെയിനൊന്നും മാറ്റം വരാതിരുന്നു. ഡെയിലി ഒരു 30ഓളം പെയിൻ കില്ലറൊക്കെ അടിച്ചിട്ട് ഇരുന്നാൽ മാത്രമേ ഈ പെയിന് ചെറിയൊരു ആശ്വാസം കിട്ടൂ. സാമ്പത്തികമായിട്ടൊരു ഉയർന്ന ഫാമിലി അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സർജറി എല്ലാം കൂടെ വന്നപ്പോൾ വീട്ടുകാരും മൊത്തത്തിൽ തളർന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് പ്രോട്ടോടൈപ്പിലെ പ്രോഗ്രാമിംഗ് എന്നുള്ള ഫീൽഡിലോട്ട് കടക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. നമ്മളെല്ലാവരും പലപ്പോഴും പല എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരാണ്. എന്നാൽ ബോഡിയിൽ 200 സ്റ്റിച്ചുകളായിട്ട് നിൽക്കുന്ന, കൈ ഫുൾ ടൈം ഷോക്ക് അടിക്കുന്ന പോലെ പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റിൽ നിന്ന് അവൻ പ്രോട്ടോടൈപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് +2 ആ കിടക്കുന്ന രീതിയിൽ തന്നെ അവിടെ നിന്ന് പഠിച്ച് എഴുതിയെടുക്കുക. ആ കഥയൊക്കെ കേട്ടപ്പോൾ അവൻ എന്തായാലും നേരിട്ട് കാണണം എന്നുള്ള രീതിയിലാണ് അന്ന് വീട്ടിൽ പോയത്. നമ്മളെ കൊണ്ട് ഒരാളുടെ ജീവിതത്തിലോട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു തവണ ഒരു പൈസ കൊടുത്ത് അവസാനിപ്പിക്കേണ്ടതല്ല. അവർക്ക് സ്ഥിരമായിട്ട് നല്ല വരുമാനം വരുന്ന രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അർജുൻ 11 LPA സാലറിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫൈലായിട്ട് അർജുൻ മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും 2 കൈ കൊണ്ട് ടൈപ്പ് ചെയ്തെത്തുന്ന ഒരു സ്പീഡിൽ ഒറ്റ കൈ കൊണ്ട് ഈ പെയിനെല്ലാം സഹിച്ച് അവൻ ചെയ്യുന്ന ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കാണുമ്പോൾ അവന് കിട്ടേണ്ട സാലറി 11 LPA ഒന്നല്ല, അതിലും ഉയരങ്ങളിലോട്ട് ഇനി ഒരുപാട് എത്താനുണ്ട്.